നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇത് വന്നിട്ട് പഞ്ചമിതിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ്. നാളെ ഡിസംബർ മാസം 9 ചൊവ്വാഴ്ചയാണ് പഞ്ചമിതിഥി. ഇന്ന് തിങ്കളാഴ്ച രാത്രി 9 മണിയോടുകൂടി പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. യാഗത്തിന് പേരുകൾ കൊടുക്കുന്നവർക്ക് ചൊവ്വാഴ്ച രാവിലെ 7 മണി വരെ ടൈമുണ്ട്. നമ്മുടെ വീഡിയോസ് തുടർച്ചയായി കണ്ടുവരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ നമ്മുടെ ചാനലിലേക്ക് പുതുതായി വന്നവരാണെങ്കിൽ നിങ്ങൾക്കും അറിയണമെച്ചാല് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേരുകൾ കൊടുക്കുന്നവര് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം ഇവ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തോളുക. എന്താ നിങ്ങളുടെ പ്രശ്നം, എന്തിനു വേണ്ടി പ്രേ ചെയ്യണമെന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. ഇന്നത്തെ പതിവ് എന്താച്ചാല് നമ്മൾ ഓരോരുത്തർക്കും അത്യാവശ്യമുള്ള തേവപ്പെട്ട ഒരു മിക മുഖ്യமான പതിവ്. നിങ്ങള് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഏത് വയസ്സിലുള്ളവരായിരുന്നാലും ഏത് മതത്തിലുള്ളവരായിരുന്നാലും ഈ ഒരു വഴിപാടിനെ നിങ്ങൾ വന്നിട്ട് ഈ ഡിസംബർ മാസത്തിൽ തന്നെ ആരംഭിച്ചോളുക. ഒന്നും ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് ചെയ്യണോ വേണ്ടയോ ഡബിൾ മൈൻഡിലോ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് 5 നിമിഷം 5 മിനിറ്റ്സ് മാത്രം മതി. ഈ 5 നിമിഷങ്ങൾ വന്നിട്ട് നിങ്ങളുടെ തലയിലെഴുത്തേ മാറ്റാനുള്ള ശക്തിയുള്ളത്. ഇങ്ങനെ ഞാൻ പറഞ്ഞാല് നിങ്ങൾക്ക് വിശ്വസിക്കാന് കഷ്ടം തന്നെയാണ്, വിശ്വസിക്കത്തില്ല. എന്നാല് നിങ്ങൾ വിശ്വസിച്ച് താനാകണം. കാരണം 100% ഇത് സത്യം. ഇപ്പോൾ നമ്മൾ വന്നിട്ട് 2025 ആണ്ട് ലാസ്റ്റ് വന്നിട്ടുണ്ട്, ഡിസംബർ മാസം. ഇന്നും കുറച്ച് ദിവസത്തില് ന്യൂ ഇയർ വരുന്നു, 2026 ആണ്ട്. എല്ലാവരും ജീവിതത്തില് വിജയികളായി 2026 ആണ്ടിലേക്ക് കാൽ വെക്കാൻ പോകുന്നു. 2025 വന്നിട്ട് ഒരു ചില പേർക്ക് നല്ല അനുഭവങ്ങള്, നല്ല കാര്യങ്ങൾ നടന്നു, വിജയം ഉണ്ടായി, അങ്ങനെയൊക്കെ കിട്ടിയ ഒരു വർഷമായിരിക്കാം. എന്നാൽ ഒരു ചില പേർക്ക് ഒരു ചില കയ്പായ അനുഭവങ്ങള്, തെറ്റായ പല കാര്യങ്ങളും നടന്ന വർഷവുമായിരിക്കാം. നമ്മുടെ മനസ്സിലെ മറക്കാൻ പറ്റാത്ത ഒരു ചില സങ്കടകരമായ കാര്യങ്ങൾ നടന്ന വർഷവുമായിരിക്കാം. നടന്നു കഴിഞ്ഞതിനെ പറ്റി ആലോചിക്കാതിരിക്കുക. അത് നടന്നു കഴിഞ്ഞു, പോയി. ഒരു ചില കാര്യങ്ങൾ നിങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിൽ തടസ്സം വന്ന് നടന്നിട്ടില്ല. എന്നാൽ ഒരു ചില പേർക്ക് അത് ആഗ്രഹിച്ച കാര്യങ്ങളിൽ നല്ല വിജയം നേടിയിട്ടുണ്ടാവാം. വിജയികൾക്ക് എൻ്റെ വാഴ്ത്തുക്കൾ നേരുന്നു. ഇപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ 2025 എന്ന് കരുതുന്നവർക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് 2026 ആണ്ടില് നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നടത്തിത്തരും എന്ന മാനസിക വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. 365 നാള്, പുതിയ നാളുകൾ. ഓരോ ദിവസവും നമ്മളുടെ ആത്മവിശ്വാസവും അത് മാത്രമല്ല നമ്മുടെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിലൂടെയും നമ്മൾ ആവശ്യപ്പെടുന്നത് നേടിയെടുക്കാൻ കൂടെ നമ്മുടെ ദൈവങ്ങളും നമ്മുടെ പ്രപഞ്ചവും നമ്മളെ സഹായിക്കും. ഇത് വന്നിട്ട് ഡിസംബർ 1 ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ കുറച്ച് താമസം വന്നുപോയി. എക്സ്ട്രീംലി സോറി. ഇനി ഒരേ ഒരു റിക്വസ്റ്റ്, എല്ലാരും കമന്റ് സെക്ഷനിൽ പോയിട്ട് നല്ലതേ നടക്കും അങ്ങനെ ടൈപ്പ് ചെയ്തോളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഈ പതിവ് നിങ്ങൾ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും നിങ്ങൾക്കറിയുന്ന എല്ലാ ഗ്രൂപ്പ്സുകളിലേക്കും, വാട്സപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്താച്ചാല് ഇപ്പോൾ ചില വിഷയങ്ങൾ വന്നിട്ട് നമുക്ക് സാധാരണയായിട്ട് തോന്നും, എന്നാൽ ഇന്നൊരുത്തർക്ക് അവരുടെ ജീവിതത്തില് ഭയങ്കരമായിട്ടുള്ള വിജയത്തിന് അത് കാരണമായേക്കാം. അങ്ങനെ ഒരു മിറാക്കിൾ ഈ പതിവിലൂടെ ഒരാൾക്ക് കിട്ടിയേക്കാം. അതെ, ഒത്തിരി എളിമയാർന്ന വിഷയം, എന്നാല് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റാനുള്ള ശക്തിയുള്ളത്. ഇപ്പോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇപ്പൊ 2026 എനിക്ക് പുതിയ വീട്ടിലേക്ക് പോകണം, എനിക്ക് വിദേശത്ത് ജോലി കിട്ടണം, എന്നോട് മോൾക്ക് മാരേജ് നടക്കണം, എൻ്റെ
പയ്യന്, അതായത് എൻ്റെ മോന് നല്ല കമ്പനിയിൽ നല്ല സാലറിയിൽ ഒരു ജോലി കിട്ടണം. അതല്ല വെച്ചാല് അവൻ വന്നിട്ട് IAS കാരനാവണം, അല്ല കാറ് വാങ്ങണം. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ ആഗ്രഹങ്ങളിരിക്കും. എനിക്ക് ഓഫീസിൽ വന്നിട്ട് വലിയ ലെവൽ, അതായത് അടുത്ത ലെവലിലേക്ക് എന്ന് വെച്ചാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി അടുത്ത ലെവലിലേക്ക് പോയേ ആകണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹം ഇരിക്കും. അങ്ങനെ ആ ഓരോരോ ആഗ്രഹങ്ങളും സത്യമാകുന്നതിന് വേണ്ടിയിട്ട്, നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിസംബർ മാസത്തില് ജസ്റ്റ് 21 നാളുകൾ, അതായത് 21 ഡേയ്സ്, ഡിസംബർ 31 തീരാനായിട്ട് ഇന്നും വന്നിട്ട് 24 മേലെ ഇരിപ്പുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് പറ്റാത്തവർക്കാണെങ്കിൽ ജാനുവരി മുതൽ നാളുകളിൽ നിങ്ങൾക്കും എഴുതാവുന്നതാണ്. ശരിയാ, ഒന്നും തെറ്റില്ല. ജസ്റ്റ് 21 ഡേയ്സ്. അത് വന്നിട്ട് അതിനൊരു റൂൾ ഉണ്ട്. ആ റൂൾ എന്താ വെച്ചാല് ബ്രഹ്മ മുഹൂർത്തത്തില് നിങ്ങളിത് എഴുതണം. എന്താ എഴുതേണ്ടതെന്ന് പറയാം. പിന്നെ ഇതിന് വന്നിട്ട് വേറെ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് യാതൊന്നുമേ ഇല്ല. കുളിച്ചിട്ട് എഴുതണമെന്നോ, നോൺ വെജ് കഴിച്ചിട്ട് എഴുതണോ, ഇല്ല എനിക്ക് പീരിയഡ്സ് ആയിരിക്കുന്നു ആ സമയത്തിന് എഴുതണമെന്നോ, പുലവാലായ്മ ഇരിക്കുന്നു അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റുമോ, അങ്ങനെ ഒന്നും റെസ്ട്രിക്ഷൻ ഇല്ല. നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പൂജാ റൂമിൽ പോകണമെന്നോ വിളക്ക് വയ്ക്കണമെന്നോ അങ്ങനെ ഒന്നും ഇല്ല. യാതൊരു റൂൾസും ഇതിനില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. നിങ്ങൾക്ക് വേണ്ടിയത് ഒരു നോട്ടും ഒരു പേനയും. നോട്ട് വന്നിട്ട് ഓൾറെഡി നിങ്ങൾക്കിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, മാനിഫെസ്റ്റേഷൻ നോട്ട്, എങ്കിലും ഒത്തിരി നല്ലത്. അതല്ല വെച്ചാല് ഒരു നോട്ട് ബുക്ക് വാങ്ങിക്കൊള്ളുക. പെൻ വന്നിട്ട് ബ്ലാക്ക് കളർ പോയിട്ട് വേറെ ഏത് കളർ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ബുക്ക് വന്നിട്ട് കോഡ് പോട്ടതോ കോഡില്ലാത്തതോ അതൊന്നും ഒരു വിഷയമില്ല. നിങ്ങൾ ഏത് ബുക്ക് വേണേലും എടുക്കാം. ശരിയാ. പെൻ തന്നെ വേണമെന്നില്ല, സ്കെച്ച് വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. ശരിയാ. കൂടുതൽ പേജൊന്നും വേണ്ട, ഒരു 40 പേജിന്റെ ബുക്ക് വാങ്ങിക്കൊള്ളുക. ഒരു 20 റുപ്പീസിനകത്ത് തന്നെ ആവുള്ളൂ. ഇന്ന് തന്നെ ഇന്ന് പറ്റില്ല, നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഇത് എഴുതേണ്ടത്. നാളെ തന്നെ നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തോളുക. ശരിയാ. നാളെ പഞ്ചമി തിഥി കൂടെ ആയതിനാൽ ഇതിലും സിറപ്പാന ഒരു ദിവസം ഇല്ലാന്ന് തന്നെ പറയാം. അതല്ല ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നവരെങ്കിൽ നിങ്ങൾ എന്ന് കാണുന്നുവോ അതിന്റെ പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യുക. ശരിയാ. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെയാണ് ഇത് എഴുതേണ്ടത്. നിങ്ങളൊരു 4:30 മണിക്ക് എഴുന്നേറ്റാൽ മതി. 5 മണിക്കായാലും ഓക്കെ. എഴുന്നേറ്റ് ഫേസ് വാഷ് ചെയ്ത് കൈകാൽ അലമ്പിയിട്ട് ബ്രഷ് ചെയ്തിട്ട് ഈ ഒരു വരിയെ നിങ്ങൾ 21 തവണ 21 ദിവസം എഴുതണം. ഓരോ ദിവസവും 21 ടൈംസ് എഴുതണം. 21 ഡേയ്സ് കണ്ടിന്യൂസ്ലി എഴുതുക. സോ ജാനുവരി 1, 2026 നിങ്ങൾ ഇത് തീർക്കുക, എഴുതി മുറിച്ചിടുക. ശരിയാ. അതല്ല എനിക്ക് ജാനുവരിയിൽ 2-3 നാൾ കൂടെ ഉണ്ട് എന്നാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, എഴുതിക്കോളൂ. ശരിയാ. എങ്ങനെ പോയാലും നിങ്ങൾ ഡിസംബറിൽ തന്നെ എഴുതാൻ ആരംഭിച്ചോളുക. ജാനുവരി ഇപ്പൊ മിഡിലായാലും പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ, 2006 നിങ്ങൾക്ക് എന്ത് നടക്കണമെന്ന് നിങ്ങൾ കരുതുന്നുവോ, നിങ്ങളുടെ ആവശ്യം എന്തോ അത് വന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ ആശീർവാദത്തോടു കൂടി നിങ്ങൾക്ക് അത് നിറവേറി കിട്ടും. ചില പേര് വന്നിട്ട് ഇതൊന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ചിരിച്ച് കളിയാക്കി പോകുന്നവരുണ്ട്. അവരുടെ എല്ലാം മുന്നിൽ നിങ്ങൾക്ക് ജയിക്കണം. സോ നിങ്ങൾ ഇത് ചെയ്തോളുക. അവരെല്ലാം ആശ്ചര്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ കാര്യം നടന്നു കിട്ടും. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ജസ്റ്റ് എഴുത്ത് എന്ന് പറഞ്ഞ് എഴുതി പറഞ്ഞാൽ മാത്രം പറ്റില്ല. നിങ്ങളുടെ കഠിനാധ്വാനം, ഹാർഡ് വർക്കിംഗ്, നിങ്ങളുടെ ജോബ് നന്നായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതോ അത് നന്നായിട്ട് ചെയ്തു പോവുക. ശരിയാ. അങ്ങനെ നമ്മൾ കഠിനാധ്വാനം ചെയ്താലേ പ്രപഞ്ചവും നമ്മൾക്ക് ഉദവി ചെയ്യുകയുള്ളൂ. ചുമ്മാ എഴുതി പറഞ്ഞു വെച്ചിട്ട് അതിനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ ചുമ്മാ അങ്ങനെ വെട്ടിയായിരുന്നാല് നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. അത് വർക്കൗട്ട് ആവത്തില്ല. ബ്രഹ്മമുഹൂർത്തം എന്നത് മിക അർബുദമായ ഒരു സമയമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ രാവിലെ നേരത്തിൽ നമ്മൾ പ്രപഞ്ചത്തിനോട് കണക്ട് ആവണം. ഒരു ജനൽ തുറന്നു വെച്ചിട്ട് ആ ഫ്രഷ് ആയിട്ടുള്ള കാറ്റിനെ നിങ്ങൾ ശ്വസിക്കണം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു വരി നിങ്ങൾ 21 തവണ എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾ വന്നിട്ട് 2026 നിങ്ങൾക്കേ അതിശയമാകുന്ന രീതിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടും. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ വെക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു കാര്യമേ നിങ്ങൾ ഇതിൽ മനസ്സിൽ ആഗ്രഹിച്ച് ചെയ്യാൻ പാടുള്ളൂ.
ഒരേ ടൈമിൽ ഒരു 5-6 വിഷയങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ചെയ്താൽ അത് പ്രശ്നമാവും. ഒരേ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം. ശരിയാ? സോ ഫസ്റ്റ്ലി നിങ്ങൾ ഒരു വിഷയത്തിനായിട്ട് മനസ്സിൽ കരുതി എഴുതിക്കോളുക. അത് നിറവേറി കഴിഞ്ഞിട്ട് അടുത്ത വിഷയത്തിന് എഴുതിക്കോളൂ. അടുത്ത 21 നാള് ഇതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുതിക്കോളൂ. സമയം ഓർത്ത് വെക്കുക. ബ്രഹ്മമുഹൂർത്തം നിങ്ങളൊരു 4:45-5 മണിക്കുള്ളിൽ എണീറ്റാലും മതി. ശരിയാ? ബ്രഹ്മമുഹൂർത്തം അല്ലാത്ത സമയത്തിന് ഇത് എഴുതി ഇത് വർക്കൗട്ട് ആവില്ല. സോ കട്ടായമായിട്ട് അന്ത ടൈമിൽ തന്നെ നിങ്ങൾ എഴുതിക്കൊള്ളുക. ഇനി എന്താണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മ എഴുതേണ്ട ആ 2 വരികള് ഇതാണ്. ഒത്തിരി എളിമയാർന്ന വരികൾ, അതുപോലെ തന്നെ ഭയങ്കര ശക്തിയുള്ള വരികളും. ഡെയിലിയും നിങ്ങൾ 21 ടൈംസ് എഴുതുക. ഇത് വന്നിട്ട് സ്ക്രിപ്റ്റിംഗ് ടെക്നിക് എന്നാണ് പറയുന്നത്. എഴുതുന്നതിലൂടെ നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ പ്രപഞ്ചത്തിനോട് പറയുന്നത്. ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കിക്കോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഇത് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എഴുതാവുന്നതാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് മലയാളത്തിലോ തമിഴിലോ നിങ്ങൾക്ക് ഏതാ പറ്റുന്നത്, ഹിന്ദിയിലോ അതിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ശരിയാ? നോക്കൂ. ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ. 2026 മൈ ഡ്രീംസ് ആർ ഫുൾഫിൽഡ്. ഞാനൊരു വിജയി. 2026 എൻ്റെ ആഗ്രഹങ്ങള് നടക്കും. ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ. 2026 മൈ ഡ്രീംസ് ആർ ഫുൾഫിൽഡ്. ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ. 2026 മൈ ഡ്രീംസ് ആർ ഫുൾഫിൽഡ്. ഇതിൽ വന്നിട്ട് നിങ്ങൾ ഒരേ ഒരു കാര്യത്തിന് എടുത്തു വെച്ചിട്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കണം എന്ന് കരുതി എഴുതിക്കൊള്ളുക. നിങ്ങളുടെ കനവുകൾ നിറവേറണം. ഇത് വന്നിട്ട് നിങ്ങൾ ഇപ്പോഴേ ചെയ്താല്, അതായത് ഇത് വന്നിട്ടൊരു പ്രിപ്പറേറ്ററി വർക്ക് അല്ല വെച്ചാൽ ഒരു ആയുധപ്പണി. അതായത് ഒരു വർഷം ആരംഭിക്കുന്നതിന് മുന്നേ നമ്മൾ അതിനുവേണ്ട പ്രിപ്പറേഷനോടുകൂടി റെഡിയായി വരുന്നു. എനിക്ക് വന്നിട്ട് പിറക്കാൻ പോകുന്ന വർഷം നല്ലൊരു വർഷമായി തന്നെ ഇരിക്കും. ഞാൻ തൊട്ടതെല്ലാം പൊന്നാകും. എനിക്ക് എല്ലാം വിജയത്തിലേക്കേ പോയി ചേരും. എവിടെയും വിജയം, എന്തിലും വിജയം, അങ്ങനെ ഒരു ഉദ്യോഗം അനുഭവപ്പെടുന്ന വരികള് നിങ്ങൾക്കുള്ളിലേ അത് ഉച്ചരിക്കാവുന്നതാണ്. പറഞ്ഞുല്ലോ, ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ. 2026 മൈ ഡ്രീംസ് ആർ ഫുൾഫിൽഡ്. ഞാനൊരു വിജയി. 2026 എൻ്റെ ആഗ്രഹങ്ങൾ നടക്കും. ഇത് മാത്രം നിങ്ങൾ എഴുതിക്കൊള്ളുക. ഇതൊന്ന് ആരോടും സംസാരിക്കരുത്, ഫോണിൽ ഞോണ്ടിക്കൊണ്ടിരിക്കരുത്, വേറെ ഒന്നിനും എഴുന്നേറ്റ് പോകരുത്. 21 ടൈംസ് കാം ആൻഡ് ക്വയറ്റായി ഇരുന്നിട്ട് ഒരു ജനലോ വാതിലോ തുറന്നിട്ട് ഫ്രഷ് എയർ നിങ്ങൾ ശ്വസിച്ചിട്ട് ആ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങളിത് ചെയ്തോളൂ. പ്രപഞ്ചം നമുക്ക് കൈകോർക്കും. പിന്നെ ഒന്നുകൂടെ പറയാം, നിങ്ങളിത് വന്നിട്ട് മെക്കാനിക്കലായിട്ട് എഴുതരുത്. ഇത് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കണ്ടു എഴുതി വെക്കാം എന്ന് കരുതി അങ്ങനെ എഴുതരുത്. നിങ്ങളിത് ഓരോ തവണ എഴുതും തോറും നിങ്ങളുടെ മനസ്സിൽ ഓടണം, എൻ്റെ കാര്യം, എൻ്റെ ആവശ്യം നടക്കണം, ഞാനൊരു വിജയി എന്ന് മനസ്സിൽ പറഞ്ഞ് എഴുതുക. ശരിയാ? ഞാനൊരു വിജയി. 26, അതായത് 2026 എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. അങ്ങനെ നിങ്ങൾ മനസ്സിനെ വിശ്വസിപ്പിച്ച് നിങ്ങൾ പ്രപഞ്ചത്തിനോട് ചോദിച്ച് വാങ്ങുക. ആ വിജയത്തെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ശരിയാ? ഇനി അടുത്തത് എന്താ വെച്ചാല്, ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നതാണ്, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു, മന്ത്രം ചൊല്ലി, സ്വിച്ച് വേർഡ്സ് എഴുതി, ഏഞ്ചൽ നമ്പേഴ്സ് എഴുതി, അത് കഴിഞ്ഞിട്ട് ഉറക്കം വരും, രാത്രി ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്, അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന്. ഇപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാല്, എല്ലാത്തിനും അല്ല, ഈ ഒരു മെത്തേഡിന് നിങ്ങൾ ഉറങ്ങിക്കോളാം. ഒന്നും പ്രശ്നമില്ല. ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങിക്കോളൂ. ശരിയാ? നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ സമയം, ബ്രഹ്മമുഹൂർത്ത നേരം എന്നത് നിങ്ങൾ പ്രപഞ്ചത്തിനോട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്തോളുക. ശരിയാ? ഇത് വന്നിട്ട് കണ്ടിന്യൂസ്ലി 21 ഡേയ്സ് എഴുതണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ 1-2 ദിവസം നിങ്ങൾ ഇത് മിസ്സാക്കി, ഇപ്പൊ വീട്ടിലില്ല എന്നോ അല്ല മറന്നുപോയി എന്നോ കരുതിയാൽ ഒന്നും പ്രശ്നമില്ല. അടുത്ത ദിവസം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അത് നിങ്ങൾ കൗണ്ട് ചെയ്തോളുക. എന്നാലും ഒരാഴ്ചയോ അതിൽ കൂടുതലോ ഒക്കെ വന്നാൽ പറ്റത്തില്ല. നിങ്ങൾ എഗെയിൻ ഫേസ്റ്റിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യണം. വേറൊന്ന്, നിങ്ങൾ വെളിയൂര് പോവുകയാണ്, ഈ ഡയറിയോ ബുക്കോ നിങ്ങൾക്ക് എടുത്തിട്ട് പോകാമോ എന്ന് ചോദിച്ചാൽ ധാരാളമായി നിങ്ങൾ ചെയ്തോളുക. ഒന്നും പ്രശ്നമില്ല.
ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയിട്ടുള്ളവർ മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങാൻ 7-8 മണിയാവുമെന്നുള്ളവർ നിങ്ങൾക്കും എടുത്തിട്ട് പോവാം ഓഫീസിലേക്ക്. പക്ഷേ ആ സമയത്തിന് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തോളുക. യാതൊരു തര ഡിസ്റ്റർബൻസും ഉണ്ടാവാൻ പാടില്ല ഈ 21 ടൈംസ് നമ്മൾ എഴുതുന്ന സമയത്തിന്. ഇടയ്ക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്ന് പോക വേണ്ട സിറ്റുവേഷൻ വന്നാൽ പാടില്ല, നിങ്ങളെങ്കിലും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സോ ഇനി യാതൊരു തരത്തിലും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. നാളെ പഞ്ചമി തിഥി കൂടെയാണ്, നിങ്ങൾക്ക് ധാരാളമായി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ശരിയാ? പഞ്ചമി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് കുറിപ്പിട്ട നേരവും സമയമൊന്നും ഇല്ല. ഓക്കെ, ഡിസംബർ മാസത്തിൽ ആരംഭിക്കുന്നത് ഒത്തിരി നല്ലത്. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.